ആളുകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചെരുപ്പിടാതെ ബാത്റൂമിൽ പോകുന്നതിനും സോഫ കയറിയിരിക്കുന്നതിനും ഒക്കെ ഒന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത്ര സ്ട്രോങ് ആയിട്ടല്ലായിരുന്നു എങ്കിലും ജാസ്മിന് കൊള്ളേണ്ട രീതിയിൽ ലാലേട്ടൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു പൊതു ഇടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫോർട്ട് അനുസരിച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല എന്ന് ജാസ്മിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട്, ലാലേട്ടൻ ഞാൻ എൻ്റെ കംഫോർട്ടിന് അനുസരിച്ച് നടക്കണതാണ്, പിന്നെ എൻ്റെ കാല് പൊട്ടി, അപ്പോൾ കാല് പൊട്ടിയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫെദർ ചെരുപ്പ് വേണം. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെരുപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു മേടിക്കണം, അല്ലാതെ ബാത്റൂമിൽ ചെരുപ്പില്ലാതെ പോവുകയല്ല വേണ്ടത്. ഞാൻ മാത്രമല്ല ലാലേട്ട, കുറേ ആളുകൾ ചെരുപ്പിടാതെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ചെരുപ്പിടാതെ നടക്കുന്നത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ നോറ എഴുന്നേറ്റു, ഗബ്രി എഴുന്നേറ്റു. ഗബ്രി പറഞ്ഞു, ഞാൻ വീട്ടിലാണ് ചെരുപ്പിടാതെ നടക്കുന്നത്, ബാത്റൂമിൽ ചെരുപ്പിടാറുണ്ട്. നോറ പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ കയറിയാൽ ചെരുപ്പിടാതെ കയറിയാൽ ഞാൻ എൻ്റെ കാല് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ടാണ് വരാറുള്ളൂ, എന്നിട്ട് ഞാൻ ബെഡിൽ കയറാറുള്ളൂ, അല്ലാതെ ഞാൻ സോഫയിലൊന്നും കയറി ഇരിക്കാറില്ല എന്ന്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ എത്ര പേർക്കാണ് ഞാൻ ചെരുപ്പ് കൊടുത്ത് അയക്കേണ്ടതെന്ന് ചോദിച്ചു. ലാലേട്ടൻ എന്നെ മാത്രം എയിം ചെയ്ത് പറയല്ലേ ലാലേട്ട എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്, വൃത്തിയില്ലാതെ നടക്കുന്നത് നിങ്ങളാണ്, അപ്പോൾ നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളതൊരു കാര്യമായിട്ട് എടുക്കൂ, അതായത് ചെരുപ്പിടാൻ അന്നേരം നിങ്ങൾ ചെരുപ്പിട്ട് നടക്കൂ, അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ലാലേട്ടൻ ഒന്ന് മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വൃത്തികെട്ടവൾ, വൃത്തിയില്ലാത്തവൾ എന്ന രീതിയിലോട്ട് ലേബൽ ചെയ്യുന്നു ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വൃത്തിയില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുക, കറക്റ്റ് ചെയ്യുക, അപ്പോഴല്ലേ അതൊരു രസമാകുന്നത് എന്നൊക്കെ രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു മുഖമൊക്കെ നന്നായിട്ട് വേർത്താണ് ജാസ്മിൻ ഇരിക്കുന്നത്. ജാസ്മിൻ വൃത്തിയില്ലാത്തവൾ എന്ന രീതിയിലേക്ക് ലേബിൾ ചെയ്യപ്പെട്ടു പോയോ എന്നുള്ളൊരു പേടി. ലാലേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യണം, തുമ്മുമ്പോഴൊക്കെ ഇങ്ങനെ മറച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ ജാസ്മിൻ, നീയും കൂടെ പറഞ്ഞു കൊടുക്കും, ഞാൻ അത്ര വൃത്തിയില്ലാത്തവളൊന്നും അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചെരുപ്പിടാത്ത വിഷയത്തെക്കുറിച്ച് ലാലേട്ടനോട് ആദ്യം പറഞ്ഞതും ഗബ്രിയാണ്. ഗബ്രി ആ സൈഡ് നിന്നില്ല. ജാസ്മിൻ ചെരുപ്പിടാതെ സോഫയിൽ കയറി ഇരുന്നതിനോട് ഗബ്രിക്ക് യോജിപ്പില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയും പേര് പറഞ്ഞിട്ടും ഒന്ന് ജസ്റ്റ് കാലിറക്കി വെച്ച് സോറി പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ അങ്ങനെ മൊത്തത്തിൽ വലിച്ചഴച്ചു കൊണ്ടുപോയത് ജാസ്മിനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നി ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചത്. കാരണം അതൊരു പൊതു ഇടമാണ്, ചെരുപ്പിടാതെ നടക്കുന്നു എന്നിട്ടും തെറ്റ് അംഗീകരിക്കാതെ ഓരോരുത്തരെ ചൂണ്ടിക്കാണിക്കുകയാണ്, അവർ നടക്കുന്നുണ്ടല്ലോ, ഇവർ നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കുപ്പി കൊണ്ട് ജിൻഡോ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയായിരുന്നു. എന്തായാലും അവസാനം ജിൻഡോ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ജാസ്മിൻ ഒരു ചെരുപ്പ് സമ്മാനമായിട്ട് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും കലക്കി.